ഭാര്യയും കുട്ടിയും ഭയങ്കര കരച്ചിലാണ്. അപ്പോൾ ഞങ്ങൾ ഇന്നലെയൊക്കെ അവരെ സമ്മാനിപ്പിച്ചത് എന്താ വെച്ചെങ്കിൽ ഇതുവരെ ഐഡന്റിഫൈ ചെയ്യാത്ത കാരണം അവിടെ എവിടെയെങ്കിലൊക്കെ ഉണ്ടാവും എന്ന് പറഞ്ഞാൽ അവർ സമ്മാനിപ്പിക്കായിരുന്നു. മോർച്ചറിയിലൊക്കെ ഇന്നലെ തൊട്ട് ഞങ്ങൾ കയറി നോക്കുന്നുണ്ട്. ഇടയ്ക്കിടയ്ക്ക് മറ്റേ ബോഡി പാർട്സ് ഐഡന്റിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് വിളിക്കുന്നുണ്ട്. ഒരു ഡോറുണ്ടായിരുന്നു, അടച്ചിട്ട് പുറത്ത് ചാടാൻ പറ്റിയില്ല. വേറെ ടീമും അവരുടേതാണെന്ന് പറഞ്ഞിട്ട് ഒരിത് പറയുന്നുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള സ്ഥിതിക്ക് പോലീസുകാർ ഞങ്ങളും പറഞ്ഞു DNA ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. മുണ്ടത്തിക്കോട് വെടിക്കെട്ടപകടത്തിൽ മരിച്ച പലരുടെയും മൃതദേഹങ്ങൾ തൃശ്ശൂർ മെഡിക്കൽ കോളേജിൽ എത്തിച്ചത് ചാക്കിൽ കെട്ടിയാണ്. പല മൃതദേഹങ്ങളും പാതി മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. വാർത്തകൾ കേട്ട് ഓടിയെത്തിയവരുടെ സങ്കടക്കടൽ കൊണ്ട് നിറഞ്ഞിരുന്നു ആശുപത്രി പരിസരം. എല്ലാ കൊല്ലം ഈ ടൈം ആകുമ്പോൾ വെടിക്കേണ്ട സമയമാകുമ്പോൾ അവൻ സഹായിക്കാൻ പോകാറുണ്ട്. അച്ഛനുള്ളപ്പോൾ തൊട്ടേ പോയിട്ടുള്ളതാണ്. ഇപ്പോൾ ഈ അടുത്താണ് അച്ഛൻ മരിച്ചത്. അപ്പോഴും ആ ഒരു നെഗവ് നിരത്താൻ വേണ്ടിയിട്ട് തന്നെയാണ് എൻ്റെ ചേട്ടൻ പോയിട്ടുള്ളത്. പക്ഷേ അതിപ്പോൾ ഇത്രയും വലിയൊരു അപകടമൊന്നും ആരും പ്രതീക്ഷിച്ചില്ലല്ലോ. ഈ അപകടത്തിന് മുമ്പ്, അതായത് അന്ന് തന്നെ ഞാൻ ഡ്രസ്സ് മാറി പോകാൻ നിന്നതാ. പക്ഷേ എനിക്ക് എന്തോ ഒരു പിൻവലി തോന്നിയിട്ട് ഞാൻ അവിടെ ഇരുന്നു, വീട്ടിൽ തന്നെ ഇരുന്നു. അത് കഴിഞ്ഞ് ഒരു കുറച്ച് നേരം കഴിഞ്ഞപ്പോഴാണ് ഇങ്ങനെ ഒരു അപകടത്തിൻ്റെ കേസ് ഞാൻ അറിയുന്നത്. അത് അറിഞ്ഞതും പിന്നെ കയ്യും കാലും മറിച്ച് നേരെ കൂട്ടുകാരനെ വിളിച്ച് നേരെ വണ്ടിയും കൊണ്ട് അങ്ങോട്ട് പോവുക ചെയ്തത്. അവിടെ പോകുമ്പോഴും ഈ വെടിക്കെട്ടിൻ്റെ ബാക്കി തീരാളത് കത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇന്നലെ തൊട്ടിട്ട് ഞാൻ അന്വേഷിച്ച് തുടങ്ങിയതാണ്. രാത്രി 12 മണിയായ സമയത്ത് അവൻ്റെ ഫോണിലേക്ക് വിളിച്ച് നോക്കിയപ്പോൾ കോൾ എടുത്തിട്ട് എന്തോ പറഞ്ഞു. അതേപോലെ തന്നെ കട്ട് ചെയ്ത് നേരെ ഫോൺ സ്വിച്ച് ഓഫ് ചെയ്യണം, എയർപ്ലെയിൻ മോഡാണ് എന്താണെന്ന് അറിയില്ല, ചെയ്തിട്ടിട്ടുണ്ട്. നമുക്ക് അപ്പോൾ അതിനെക്കുറിച്ചൊരു ഡീറ്റെയിൽസ് ഇതുവരെ കിട്ടിയിട്ടില്ല. ഞങ്ങളിപ്പോൾ ഫോണിൻ്റെ കേസ് അന്വേഷിക്കണം, കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്. അവനെ ഇതുവരെ എവിടെയും കണ്ടെത്താൻ പറ്റിയില്ല. അവൻ്റെ വക ഒരു കോൺടാക്റ്റോ ഒന്നും കിട്ടിയിട്ടില്ല. അവനെക്കുറിച്ച് എവിടെയും, അതായത് അഡ്മിറ്റ് ചെയ്താലോ ആ ലിസ്റ്റിലൊന്നും ഇല്ല. അൺഐഡൻറ്റിഫൈ ആയിട്ടൊരു ബോഡി ഉണ്ടെന്ന് പറഞ്ഞു, അത് നോക്കി ഞങ്ങൾ. പക്ഷെ അതിലും ഇല്ല. കട്ടിത്താടി, മീശ കട്ടി കുറവാണ്, അതുപോലെ നല്ല കോലം മുടിയാണ്. ഷർട്ടിലൊരു കമ്മലുണ്ടാവും, ഒരു റിങ് പോലത്തെ സ്വർണ്ണത്തിൻ്റെ ഒരു കമ്മലുണ്ട്. പിന്നെ കഴുത്തിലൊരു മാല ഉണ്ടാവും, പിന്നെ ഒരു ഇടിവളുണ്ട് കയ്യിൽ. ഇന്നലെ ഞങ്ങൾക്ക് സമാനം ഉണ്ടായിരുന്നു. അവൻ്റെ ഫോണ് സാറിൻ്റെ കയ്യിലുണ്ടായിരുന്നു. ഞാൻ വിളിച്ചുമ്പോൾ അവരുടെ കയ്യിലായിരുന്നു. അപ്പം ഇങ്ങനെ സംഭവ സ്ഥലത്ത് നിന്ന് കുറച്ച് ദൂരത്തും കിട്ടിയതാണ് പറഞ്ഞ്. അപ്പം ഞങ്ങൾക്ക് സമാധാനമായി. പക്ഷെ ഇവിടെ വന്ന് നോക്കുമ്പോഴാണ് ഇപ്പോൾ മരണപ്പെട്ടെന്നുള്ള വീട്ടിൽ നിന്ന് TV-യിൽ പറഞ്ഞത് വീടറിഞ്ഞത്. ചെറുതായിട്ട് ഇപ്പോൾ ഒരു വീട് കയറ്റിയിട്ടുണ്ട്. അതിൽ കുറേ ബാധ്യതകളൊക്കെ ഉണ്ട്, കടങ്ങളൊക്കെ ഉണ്ട്. 10-30 വർഷമായി ഉണ്ടാവും, 30-ൻ്റെ മേലായി ഉണ്ടാവും ഈ ജോലിക്ക് പോകുന്നത്. വടക്കാഞ്ചേരി ഭാഗത്തും അവിടെ ഇവിടെയൊക്കെ പോകാറുണ്ട്. പാലക്കാട് ഭാഗത്തൊക്കെ പോയിരുന്നു, എനിക്ക് വിളിച്ചിരുന്നു. പിന്നെ അതുപോലെ ചാലക്കുടി, അങ്ങനെ പല സ്ഥലത്തും പോകാറുണ്ട്. അവൻ്റെ മറ്റേ വലിയച്ഛൻ്റെ ഒരു മരുമകനും മരണപ്പെട്ടിട്ടുണ്ട്. അപകട സമയത്ത് ഫോണിലേക്ക് വിളിച്ചു നോക്കിയപ്പോൾ എന്നെ കിട്ടുന്നില്ല. അപ്പോൾ അവിടെ നിന്ന് അന്വേഷിച്ചപ്പോൾ പറഞ്ഞത് അവിടെ ബൈക്കൊക്കെ ആളുടെ ബൈക്കൊക്കെ ഉണ്ടായിരുന്നു, അത് കത്തിനശിച്ചിട്ടുണ്ട്. അവിടെ തന്നെ ഫോൺ സ്വിച്ച് ഓഫ് ആയിട്ടുണ്ടത്. അപ്പോൾ ഇന്നലെ തന്നെ ഞങ്ങൾ മെഡിക്കൽ കോളേജിൽ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇവിടെ കുറച്ച് ബോഡികളൊക്കെ ഞങ്ങൾക്ക് ഐഡൻറ്റിഫൈ ചെയ്യാൻ ഞങ്ങൾ നോക്കി. പക്ഷേ അതിലൊന്നും ആളെന്നെ കാണാൻ പറ്റിയില്ല. അപ്പോൾ നമ്മുടെ അടുത്തുള്ള കൂട്ടുകാരൻ, നമ്മുടെ സുവിൻ, ഞങ്ങൾ ഒരുമിച്ച് പഠിച്ച് വളർന്നതാണ്. അപ്പോൾ അവനെ ഞങ്ങൾ ഐഡൻറ്റിഫൈ ചെയ്തു. അവൻ്റെ സംസ്കാര പരിപാടി ഇപ്പോൾ കഴിഞ്ഞു. അതിന് ശേഷമാണ് ഇപ്പോൾ ഇങ്ങോട്ട് വന്നത്. അവിടെ കാണാത്തവർ ഭയങ്കര വിഷമമുണ്ട്. കാരണം നമ്മൾ വീട്ടിൽ പോലും അറിഞ്ഞിട്ടുണ്ടായിരുന്നില്ല. ഭാര്യയും കുട്ടിയും ഭയങ്കര കരച്ചിലാണ്. അപ്പോൾ ഞങ്ങൾ ഇന്നലെയൊക്കെ അവരെ സമ്മാനിപ്പിച്ചത് എന്താ വെച്ചെങ്കിൽ ആൾ ചിലപ്പോൾ എവിടെയെങ്കിലും വീണിട്ടുണ്ടാവാം, എവിടെയെങ്കിലും ഉണ്ടാവും. ഇതുവരെ ഐഡൻറ്റിഫൈ ചെയ്യാത്ത കാരണം അവിടെ എവിടെയെങ്കിലൊക്കെ ഉണ്ടാവും എന്ന് പറഞ്ഞിട്ട് അവർ സമ്മാനിപ്പിക്കായിരുന്നു. അപ്പോൾ ഇന്നലെ തൊട്ട് ഈ വൈകുന്നേരം വേളയിൽ നമുക്ക് ഇതുവരെ ഒരു ബോഡിയും കിട്ടാത്ത സാഹചര്യത്തിൽ ആകെ ഇപ്പോൾ എല്ലാവർക്കും മാനസികമായിട്ട് എല്ലാവരും തകർന്നിരിക്കുന്ന അവസ്ഥയാണ്. കൊണ്ടുവരുന്ന യൂണിറ്റിൽ 8-9 പേരോളം ഉണ്ട്. അതിൽ എല്ലാവരെയും തിരിച്ചറിഞ്ഞിട്ടുണ്ട്. സുരേഷിനെ മാത്രമാണ് ഇപ്പോൾ എല്ലാം അറിയാത്തുള്ളൂ. സുവിൻ മരണപ്പെട്ടു. സുരേഷിൻ്റെ കാര്യം ഇപ്പോൾ അറിഞ്ഞിട്ടില്ല. ബാക്കിയുള്ളവരൊക്കെ ICU-ലായിട്ടും അതുപോലെ വെന്റിലേറ്ററിലായിട്ടും ഇപ്പോൾ അവിടെ ഉണ്ട്. പിന്നെ എനിക്ക് 9 മണിക്ക് വിളിച്ചിരുന്ന ആൾ ഇവിടെ ഭക്ഷണം കഴിക്കുന്നതിന് മുന്നേ വിളിച്ചിരുന്നു. എനിക്ക് വിളിച്ചേക്കുന്നോട് പറഞ്ഞു, ഞാൻ ഇവിടെ കയറിയിരിക്കണം, ഇഞ്ചി 26-ാം തീയതി വരികയാണെന്ന് വെച്ചാൽ വായോ, അപ്പച്ചി വരുമ്പോൾ എനിക്ക് വിളിച്ചാൽ മതി എന്ന് പറയാണ്. അപ്പോൾ ഞാൻ 26-ാം തീയതി ഇങ്ങോട്ട് പണിക്ക് വരുള്ളൂ എന്ന് പറഞ്ഞാണ് മാമയോട്. ഞങ്ങൾ തമ്മിലുണ്ടായിട്ട് ഒരു അപകടം ഞങ്ങളെ കയ്യിൽ നിന്ന് ഉണ്ടായിട്ടില്ല. ഞങ്ങൾക്ക് അങ്ങനെ ഒരു അനുഭവം ഉണ്ടായിട്ടില്ല. ഇനിയില്ല, ഇനി വേണ്ട. വീട്ടുകാരിപ്പോൾ മൊത്തം ആരും ഇനിയിപ്പോൾ അതിന് പോകണ്ടെന്നുള്ള തീരുമാനത്തിലാണ്. അപ്പോൾ അവൻ്റെ കയ്യുമ്പോൾ ചേടുണ്ടായിരുന്നു, ചേടുണ്ട്, പിന്നെ ഒരു ലോട്ടറി ഉണ്ട്, പൈസ ഉണ്ട്, അതൊക്കെ ഉണ്ടതാണ്. ഇപ്പോൾ കുഴി കുത്താനാണെന്ന് പോകുന്നതാണ് എന്നാണ് പറഞ്ഞത്. അപ്പോൾ ഞങ്ങൾ സമാധാനമായി. പിന്നെയാണ് പറഞ്ഞത് ഇത് വന്ന ഫോട്ടോ വന്നപ്പോഴാണ് ആൾ ഇരിക്കുന്നത്, ഗുണ്ടുണ്ടാക്കണതൊക്കെ കണ്ടു. അപ്പോഴാണ് ഞങ്ങൾക്ക് ഇതായത്. അപ്പോൾ ഞങ്ങൾ ഇവിടുന്ന് 8 മണിക്ക് ഞങ്ങൾ ഇവിടുന്ന് പോകുന്നതാണ്. പുറത്ത് വരുന്നത് 8 മണിക്ക്. ഇവിടെ 10 മണിയാകുമ്പോൾ ഇവിടെ എത്തി. ഉച്ചയ്ക്ക് ഊണ് കഴിക്കുമ്പോൾ 40 ആൾ ചോറ് കൊണ്ട് കൊടുത്തു പറഞ്ഞത്. 40 ആൾ. അതിൽ കുറേ ആൾക്കാർ ഇറങ്ങി ഓടിയിരുന്നു. പെണ്ണുങ്ങളൊക്കെ ഒരു കഴിച്ചിലാക്കി. 30 വർഷത്തോളമായിട്ട് ഈ തൊഴിൽ ചെയ്യുന്ന ആളാണ്. വിഷുവിന് വന്നിട്ടുണ്ടായിരുന്ന ആൾ വീട്ടിൽ വന്നിട്ടുണ്ടായിരുന്നു. അതൊക്കെ കഴിഞ്ഞിട്ട് ഇപ്പോൾ 2 ദിവസം മുന്നെയാണ് പോകുന്നത്. ഞങ്ങൾ ന്യൂസിൽ കണ്ടിട്ട്, വർക്ക് ചെയ്യുന്നത് കണ്ടിട്ടാണ് ഞങ്ങൾ ഇതിലുണ്ടെന്ന് മനസ്സിലായത്. ഞങ്ങളപ്പോൾ തന്നെ അവിടുന്ന് പോരുമായിരുന്നു. ഇവിടെ വന്ന് നോക്കിയപ്പോൾ ഉള്ളിൽ ചെന്ന് മോർച്ചറി നോക്കിയപ്പോൾ ആളുടെ മുഖവും പിന്നെ അത് വീഡിയോസിലുള്ള അതേ മുണ്ട്, പിന്നെ തോർത്തുമുണ്ട്, പിന്നെ കയ്യിൽ കെട്ടിയ ചരട്, അരയിലുണ്ടായിരുന്ന അതൊക്കെ കൺഫേം ചെയ്തിട്ടുണ്ട്. അതിദയനീയമായിരുന്നു തൃശ്ശൂർ മെഡിക്കൽ കോളേജിലെ
മോർച്ചറിക്ക് മുന്നിലെ കാഴ്ചകൾ. ചിന്നിച്ചിതറിയ മൃതദേഹങ്ങൾ തിരിച്ചറിയാൻ പാടുപെടുന്ന ബന്ധുക്കൾ. ഒരേ മൃതദേഹങ്ങൾ തങ്ങളുടേതാണോ എന്ന് നിസ്സഹായരായി സംശയിക്കുന്ന കൂടെയുള്ളവർ. ക്യാമറമാൻ ഷഹീർ CH-നൊപ്പം KP നിതീഷ് കുമാർ, മാതൃഭൂമി.com.